ഈ മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ കിട്ടുന്ന തുക രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഒരു തമാശയ്ക്ക് പോലും ഒരിക്കൽ നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിലാണ് പങ്കാളിയായിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. കേരളത്തിലെ യുവതലമുറ മയക്കുമരുന്നിന് അടിമയാവുന്നത് നിസ്സാരമായ ഒരു കാര്യമാണോ? പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ്, നിങ്ങളുടെ മക്കൾ ഒരു ക്രിമിനലായി കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ചില മയക്കുമരുന്നിൻ്റെ 0.2 ഗ്രാം പോലും കയ്യിൽ വെക്കുന്നത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 വർഷം വരെയുള്ള തടവിനുള്ള ശിക്ഷയ്ക്കുള്ള കുറ്റകൃത്യമാണ് നിങ്ങൾ ചെയ്യുക. ലീഗൽ പാത്തിലേക്ക് സ്വാഗതം. നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. മോഹൻലാലിൻ്റെ പ്രസിദ്ധമായ ഒരു സിനിമയിലെ ഹിറ്റ് വാചകമാണ് ഇത്. നാർക്കോട്ടിക് ടെററിസം ഇന്ന് ഭീതിയോടുകൂടി ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഒരു രാജ്യത്തെ തകർക്കുവാൻ ആയുധങ്ങളെക്കാളേറെ മയക്കുമരുന്നിന് പറ്റും എന്ന് തിരിച്ചറിയുന്ന രാജ്യതലവന്മാർ നാർക്കോട്ടിക്സ് ടെററിസത്തിനെതിരെ സദാ ജാഗരൂകരായിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഇവർ തകർക്കുന്നത്? ഒന്ന്, ഈ മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ കിട്ടുന്ന തുക രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മറ്റൊന്ന്, ഒരു രാജ്യത്തിൻ്റെ യുവതലമുറയെ മയക്കുമരുന്ന് കൊടുത്ത് മയക്കി കിടത്തിക്കൊണ്ട് ആ തലമുറയെ ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ ബൗദ്ധിക സമ്പത്തിനെ ഇല്ലാതാക്കി രാജ്യത്തെ നശിപ്പിക്കുന്നു. അതെ, നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത് നാം വിചാരിക്കുന്നതിലേറെ ഈ രാജ്യത്തെ തകർക്കുന്ന, യുവതലമുറയെ തകർക്കുന്ന ഒന്നാണ്. ലീഗൽ പാത്ത് എന്തുകൊണ്ടാണ് നാർക്കോട്ടിക്സിനെ പറ്റി ചർച്ച ചെയ്യുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. 3 വാർത്തകളാണ് കഴിഞ്ഞ ആഴ്ച ഹൃദയത്തെ സ്പർശിച്ചത്. അതിലൊന്നാമത്തേത് കേരള കൗമുദിയിൽ വന്ന ഒരു വാർത്തയായിരുന്നു. കേരളത്തിലെ 1057 വിദ്യാലയങ്ങൾ ലഹരി മാഫിയയുടെ പിടിയിലായിരുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. രണ്ടാമത്തെ വാർത്ത, കേരളത്തിലെ ഒരു MLAയുടെ മകൻ കഞ്ചാവ് വലിച്ചതിന് തകഴിയിൽ വെച്ച് പിടിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു. MLAയുടെ മകൻ മാത്രമല്ല, കൂട്ടത്തിൽ 11ഓളം യുവജനങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവരുടെ കൈവശം നിന്ന് കഞ്ചാവും പിടിച്ചെടുത്തു. ഇതൊന്നുമല്ല മനസ്സിനെ ഞെട്ടിച്ചത്, അത് മറ്റൊന്നായിരുന്നു. MLAയുടെ മകൻ കഞ്ചാവ് കേസിൽ പ്രതിയായതിനെ പറ്റി പത്രക്കാർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാൻ പറഞ്ഞു, അതെന്താ, കുട്ടികളായാൽ പുകവലിക്കും, അതിന് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? പ്രിയപ്പെട്ട മന്ത്രി, കഞ്ചാവ് വലി എന്ന് പറയുന്നത് ഒരു പുകവലി മാത്രമാണോ? കേരളത്തിലെ യുവതലമുറ മയക്കുമരുന്നിന് അടിമയാവുന്നത് നിസ്സാരമായ ഒരു കാര്യമാണോ? പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ്, നിങ്ങളുടെ മക്കൾ ഒരു ക്രിമിനലായി കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ക്രിമിനൽ കുറ്റകൃത്യം നിങ്ങളുടെ മക്കൾ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല എന്നുണ്ടാണെങ്കിൽ നാർക്കോട്ടിക്സിനെതിരെയും മയക്കുമരുന്നിനെതിരെയും പ്രതികരിക്കുവാനായിട്ട് ഇവിടുത്തെ ഓരോ മാതാപിതാക്കൾക്കും ഓരോ യുവതലമുറയ്ക്കും ബാധ്യതയുണ്ട് എന്നാണ് ലീഗൽ പാത്ത് ഇന്ന് പറയുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുക? ഇന്ത്യയിലെ NDPS ആക്ട്, നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, വിപണനം, അതിൻ്റെ സൂക്ഷിപ്പ്, അതിൻ്റെ നിർമ്മാണം തുടങ്ങി മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിരോധിച്ചിരിക്കുന്നു. പലർക്കും സാധാരണ സിഗരറ്റ് വലി പോലെ ഒന്നാണ് മയക്കുമരുന്ന് ഉപയോഗം, മയക്കുമരുന്നിൻ്റെ പുകവലിക്കൽ അല്ലെങ്കിൽ ചെറിയ മരുന്നുപയോഗം എന്നൊക്കെ കരുതുന്ന തലമുറകൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പക്ഷേ അറിയുക, ഒരു തമാശയ്ക്ക് പോലും ഒരിക്കൽ നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിലാണ് പങ്കാളിയായിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും തലച്ചോറിനും അത് വരുത്തുന്ന ക്ഷതകളെപ്പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളൊരു ക്രിമിനൽ കുറ്റകൃത്യത്തിൽ പങ്കാളിയായി എന്ന് തിരിച്ചറിയുക. NDPS ആക്ടിൻ്റെ 27ാം വകുപ്പ് പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് 6 മാസം തടവും 10,000 രൂപ വരെ പിഴയും കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ് സാധാരണഗതിയിൽ ഒരു ഉപയോഗം പോലും, ഒരു മയക്കുമരുന്നിൻ്റെ ഉപയോഗം പോലും. അത് പ്രത്യേകമായിട്ട് ലിസ്റ്റിൽ പറയാത്ത മയക്കുമരുന്നുകളാണെങ്കിൽ. എന്നാൽ സർക്കാർ പ്രത്യേകമായിട്ട് ലിസ്റ്റിൽ പറയുന്ന മയക്കുമരുന്ന് പദാർത്ഥങ്ങളാണ് നിങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ നിങ്ങളുടെ ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയും എന്നതായി മാറും. ഇനി അതല്ല,
നിങ്ങളുടെ കൈവശത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ എന്തെങ്കിലും ഒരു കാരണമോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടാൽ നിങ്ങൾ ആ നിയമത്തിലെ NDPS ആക്ടിലെ 20-ാം വകുപ്പ് പ്രകാരമാണ്, 21-ാം വകുപ്പ് പ്രകാരമാണ്, 22-ാം വകുപ്പ് പ്രകാരമാണ് ശിക്ഷിക്കപ്പെടുക. അത് പ്രകാരം നിങ്ങൾക്കുള്ള കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെ തടവും 20,000 രൂപ വരെ പിഴയുമാണ്. കൂടിയ ശിക്ഷയാകട്ടെ 20 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും. അതെ, നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയ ഒരു കുറ്റകൃത്യത്തിലാണ് മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ നിങ്ങൾ പ്രതികളായി മാറപ്പെടുക. ഒരിക്കൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടയാൾ വീണ്ടും കുറ്റകൃത്യത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ 31-ാം വകുപ്പ് പ്രകാരം, NDPS ആക്ടിൻ്റെ 31-ാം വകുപ്പ് പ്രകാരം പഴയ ശിക്ഷയേക്കാളും 1.5 ഇരട്ടി വരെ ശിക്ഷ വർദ്ധിപ്പിക്കുവാനായിട്ട് കോടതിക്ക് അധികാരമുണ്ട്. അത് ഫൈനുമാകാം, അതോടൊപ്പം തന്നെ തടവുമാകാം. ഇനി ഇത് മാത്രമല്ല, ഒരുമാതിരിപ്പെട്ടി NDPS ആക്ട് പ്രകാരമുള്ള മിക്ക സെക്ഷനുകളിലും നിങ്ങൾ ചെയ്യുന്നത് നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസാണ്. നിങ്ങളിൽ നിന്ന് ക്വാണ്ടിറ്റി കൂടിയ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ചില കഞ്ചാവൊക്കെ ക്വാണ്ടിറ്റി കൂടുന്നത് ഒത്തിരിയല്ലേ എന്ന്. ചില മയക്കുമരുന്നുകളുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന, കൂടിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.2 ഗ്രാം വരെയാണ്. ഞാൻ പേരുകൾ പറയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ പേരുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്യുന്ന യുവതലമുറ അനേകമുള്ളതുകൊണ്ട് പേരുകൾ പറയുന്നില്ല. പക്ഷെ അറിയുക, ചില മയക്കുമരുന്നിൻ്റെ 0.2 ഗ്രാം പോലും കയ്യിൽ വെക്കുന്നത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 വർഷം വരെയുള്ള തടവിനുള്ള ശിക്ഷയ്ക്കുള്ള കുറ്റകൃത്യമാണ് നിങ്ങൾ ചെയ്യുക. ആരും അറിയുന്നില്ല എന്ന് കരുതിക്കൊണ്ട് സ്വയം നശിക്കുവാനായിട്ടും ഈ തലമുറയെ നശിപ്പിക്കുവാനായിട്ടുമുള്ള മയക്കുമരുന്നിൻ്റെ പുറകെ നിങ്ങൾ പോകണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു മന്ത്രി ഇത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഈ പുകയില ഉപയോഗം എന്ന നിലയിലേക്ക് മയക്കുമരുന്നിനെ മാറ്റിയപ്പോൾ ലീഗൽ പാത്തിന് ഇത് പറയാതിരിക്കുവാനായിട്ട് സാധിക്കില്ല. ഓർക്കുക, നമ്മൾ കാണുന്ന സിനിമകളിൽ മദ്യപിക്കുന്ന രംഗമുണ്ടെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാണിക്കും. പുകവലിക്കുന്ന രംഗമുണ്ടെങ്കിൽ അത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കും. ഇന്ത്യൻ നിയമപ്രകാരം പൊതുസ്ഥലത്ത് സാധാരണ പുകവലിക്കുന്ന പോലും കുറ്റകൃത്യമാണ്. എങ്ങനെയാണ് അത് കുറ്റകൃത്യമായെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൗലിക അവകാശ ലംഘനം എന്ന നിലയിൽ ഒരു ഇന്ത്യൻ പൗരൻ സുപ്രീം കോടതിയെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പൊതുസ്ഥലങ്ങളിൽ നിന്ന് അന്യൻ പുകവലിക്കുമ്പോൾ എൻ്റെ ശ്വാസകോശത്തിനും അത് കാരണമാകുന്നുണ്ട്, ഹേതുവാകുവാനായിട്ട് അത് കാരണമാകുന്നുണ്ട്, എൻ്റെ മൗലികാവകാശത്തിൻ്റെ, എൻ്റെ ജീവിക്കുവാനുള്ള അവകാശത്തിൻ്റെ ലംഘനമാണ് എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി വിധിച്ചു, ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ, സ്വസ്ഥമായിട്ട് ആരോഗ്യപ്രദമായിട്ടുള്ള ജീവിക്കുവാൻ, നിങ്ങളുടെ ജീവിക്കുവാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പൊതുസ്ഥലങ്ങളിലുള്ള പുകവലി നിരോധിക്കുവാൻ വേണ്ടി സർക്കാർ നിയമമുണ്ടാക്കണമെന്ന്. അങ്ങനെയാണ് സാധാരണ പുകവലി പോലും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത്. അങ്ങനെ സാധാരണ പുകവലി പോലും നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലാണ് ഒരു മന്ത്രി പറയുക, കഞ്ചാവ് വലിക്കുന്നത്, പുകവലിക്കുന്നത് പിള്ളേരായാൽ അത് വലിക്കും, അത് തെറ്റില്ല എന്ന്. പ്രിയപ്പെട്ട മന്ത്രി, അങ്ങ് നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? ഈ യുവതലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പുകവലി എന്ന് പറയുന്നത് സാമാന്യവൽക്കരിച്ചുകൊണ്ട്, കഞ്ചാവ് ഉപയോഗം എന്ന് പറയുന്നത് പിള്ളേർക്കുണ്ടാകുന്ന സാമാന്യപരമായിട്ടുള്ളൊരു തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട്, നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ക്രൂരത എന്ന് പറയുന്നത് ഈ രാജ്യത്തോട് മാത്രമല്ല, ഈ തലമുറയോട് മൊത്തത്തിലാണ് തിരിച്ചറിയുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ മക്കളെ ഒരു ക്രിമിനലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ മക്കളെ ഒരു ക്രിമിനലായി കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഒന്നിച്ചേ പറ്റൂ. മയക്കുമരുന്നുകളുടെ ഉപയോഗങ്ങളെ സാമാന്യവൽക്കരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ. നാട് ഒന്നിച്ചു നിന്നാൽ, നാം ഒന്നിച്ചു നിന്നാൽ ഈ രാജ്യത്തെ മയക്കുമരുന്നെന്ന വലിയ വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനാകും.